ഞാൻ ഈ കാസ്റ്റിംഗ് കോൾസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നൂറുകണക്കിന് മെസ്സേജുകൾ വരും. ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ലെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഇരുന്നിട്ട് അതെല്ലാം ഓപ്പൺ ചെയ്ത് വായിക്കും. അതിൽ ജെന്യുവൻ ആണെന്ന് തോന്നുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യാറുമുണ്ട്. പക്ഷേ എന്താണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും അവരുടെ ഏറ്റവും കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഈ മെസ്സേജ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി, പിന്നെ ഈ മെസ്സേജിനുള്ളിൽ അവരുടെ മറ്റേ കഥ പറയുക എന്നൊക്കെ പറയുന്ന പരിപാടിയൊന്നും ഒരിക്കലും നമുക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു യോഗ്യതയോ കാര്യങ്ങളോ അല്ല. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മളെ ക്വാളിഫൈഡ് ആക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്തൊരു പെർഫോമൻസ് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരുപാട് നാളായിട്ട് ഓഡിഷൻസിന് പങ്കെടുക്കുന്നുണ്ടോ, ഒന്നും നടക്കുന്നില്ല, ഓഡിഷൻസ് ചെയ്യുമ്പോൾ ഫിറ്റായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞു വിടുകയാണ്. ഇത് മാത്രമാണ് ആഗ്രഹം, ഇതാണ് പാഷൻ, വാക്കുകളിലൂടെ ആ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു പെർഫോമൻസ് വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു പെർഫോമൻസ് വീഡിയോ പോലും കയ്യിലില്ല. എത്രയോ നാളായിട്ട് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പെർഫോമൻസ് വീഡിയോ ഇത്തരം മെയിലുകൾക്ക് അയക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് സീരിയസ്നെസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നത് പ്രൊഫഷണലി തന്നെ ചെയ്യണം. നമുക്ക് ആഗ്രഹമുണ്ട്, സിനിമ കണ്ട് വീട്ടിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു പോയി അത്തരം ശ്രമങ്ങളും കാര്യങ്ങളും നടത്തുക, ചാൻസ് അന്വേഷിക്കുക എന്ന് പറയുന്ന പരിപാടികൾ ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരു തവണയെങ്കിലും നമ്മുടെ മുൻപിൽ അവരുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ അത്തരം ഒരു സോണിലേക്ക് പിടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളെ നമ്മൾ കാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആ സീക്വൻസ് കൊണ്ട് നിർത്തുമ്പോൾ അയാൾ വളരെ അശ്രദ്ധമായ റീടേക്കുകൾ ഉണ്ടാക്കുക, തെറ്റിക്കുക എന്നൊക്കെ പറയുന്ന കാര്യമൊന്നും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്രയും ആൾക്കാർ സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണ്, അത്രയും ഫണ്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഇയാൾ ഈ സീൻ കലക്കുമെന്ന് തോന്നുന്ന ഒരാളെ മാത്രമേ നമുക്ക് അങ്ങനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റൂ. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കുക, പഠിക്കുക, പ്രിപ്പയർ ആവുക.